നമ്മുടെ വീട്ടിലൊക്കെ ചേരയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ ചേരയുണ്ടെങ്കിൽ മറ്റു പാമ്പുകളൊന്നും എത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുള്ള സാധ്യത, അതായത് അതൊരു പ്രൊട്ടക്ഷനാണ്. ചേര എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റ് പാമ്പുകളെ കഴിക്കുന്ന പാമ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നത് എന്താണ്? രാജവെമ്പാലയുടെ പ്രധാന ഡയറ്റ് മറ്റു പാമ്പുകളാണ്. മൂർഖനെയും ചേരയും ഉൾപ്പെടെ ഇവൻ രാജവെമ്പാലയെ പോലും ആൾ പിടികൂടി കഴിക്കും. പക്ഷെ പാമ്പുകളെ കഴിക്കുന്ന ഒരുപാട് പാമ്പുകളുണ്ട്. വെള്ളിക്കെട്ടൻ നല്ലൊരു സ്നേക്ക് ഈറ്ററാണ്. അതുപോലെ നല്ലൊരു സ്നേക്ക് ഈറ്ററാണ് ചേര ഒരു സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ എലികളുടെ സാന്നിധ്യം അവിടെ വളരെ കുറവായിരിക്കും. റോഡൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എലിപ്പനി അതുപോലുള്ള പലതരത്തിലുള്ള ഇങ്ങനെ സ്പ്രെഡിങ് പകർച്ചവ്യാധികളൊക്കെ ആ ഒരു ഏരിയയിൽ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് കഴിഞ്ഞ വർഷം പാമ്പ് കടിയേറ്റ് മരിച്ചത് ഏകദേശം 30ഓളം പേരാണെങ്കിൽ 2024 30ഓളം പേരാണെങ്കിൽ ഏകദേശം 700 പേരാണ് ഇതും ബാധിച്ച് എലിപ്പനി ബാധിച്ച് മരിച്ചത്. അപ്പോൾ അത്രത്തോളം എലികളുടെ ഒരു എണ്ണമെന്ന് പറയുന്നത് വളരെ ആരോഗ്യകരമായ രീതിയിൽ ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ജീവിയാണ്, സഹായിക്കുന്ന ഒരു ജീവിയാണ്. വളരെ സൈലൻ്റായിട്ട് അത് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നൊന്നും നമ്മളെ ബോധ്യപ്പെടുത്താതെ വളരെ സൈലൻ്റായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ജീവിയാണ്. കർഷകൻ്റെ മിത്രമാണ്, ഏറ്റവും അടുത്ത മിത്രമാണ്. ഈ വിഷമുള്ളത് കൊണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ രൂപം കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. പിന്നെ ചേര എന്ന് പറഞ്ഞാലും ഈ മറ്റ് പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിടികൂടി ഭക്ഷിക്കും. അപ്പോൾ മൂർഖൻ പാമ്പിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ ആ പ്രദേശത്ത് വന്ന് പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അനുവദിക്കാതെ ചേര പിടികൂടി ഭക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കൂടിയാണ്. പറഞ്ഞ കാര്യം ഏകദേശം ശരിയാണ്. അതെ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.